നസ്കർ, ഇന്നലെ ഗുരുവായൂർ അമ്പലനടയിൽ സംഭവിച്ചത് വളരെ വിചിത്രമായ സംഗതികളാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണും ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ഗുരുവായൂരപ്പനെ തൊഴാനെത്തുന്നു. അത് വളരെ വിചിത്രമാകുന്നത് പല കാരണങ്ങളാലാണ്. വിശ്വാസി കമ്മ്യൂണിസ്റ്റ് ആവരുതേ എന്നൊന്നും ആരും പറയുന്നില്ല. എന്നാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ അടിത്തറ ഉയർത്തിയിരിക്കുന്ന കമ്മ്യൂണിസത്തിലും മാർക്സിസത്തിലും വിശ്വസിക്കുന്ന അതിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന പിണറായി വിജയനെ പോലൊരാളുടെ മകൻ വിശ്വാസത്തിൻ്റെ വഴി തേടിപ്പോകുമ്പോൾ അതിൽ വാർത്തയുണ്ട്. ദൈവവും മതവുമൊക്കെ തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കുകയാണ് മാർക്സിസം. മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും തടവറയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് മാർക്സിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അടവ് തന്ത്രം എന്ന നിലയിൽ വിശ്വാസികൾക്കിടയിലേക്ക് കടന്നു കയറാൻ ഒറ്റയടിക്ക് വിശ്വാസത്തെ തള്ളിപ്പറയേണ്ട കാര്യമൊന്നുമില്ല. ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ ദേവസ്വം ബോർഡ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഭരിക്കേണ്ടതുകൊണ്ട് ഒരു പരിധിവരെ വിട്ടുവീഴ്ചയാവാം. പക്ഷെ അത് സാധാരണ അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിൽ മാത്രമാണ് ബാധകമാവുന്നത്. പാർട്ടിയെ നിയന്ത്രിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിയായ ഒരാളുടെ മകനെ പോലും വൈരുദ്ധ്യാത്മക ഭൗതികവാദം പഠിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കുന്നത് എന്ന ചോദ്യമാണ് വിവേക് കിരണും ഭാര്യയും കുടുംബസമേതം ഗുരുവായൂരപ്പനെ കാണാൻ എത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ആരും അറിയാതെ രഹസ്യമായി ഗുരുവായൂരപ്പനെ തൊഴുതു പോവാൻ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായി കൂടിയായ വിവേക് കിരൺ ശ്രമിച്ചത്. എന്തിനായിരിക്കാം വിവേക് കിരൺ ഇപ്പോൾ ഓടി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തിയത്? ഒരു സംശയവും വേണ്ട, അധികാരം അച്ഛന് നഷ്ടപ്പെടുകയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം എന്തായാലും ഗൾഫിൽ ജോലി ചെയ്യുന്ന മകനുണ്ടാവും. ഗൾഫിൽ ഒരു വലിയ ബാങ്കിലെ ഉന്നത പദവിയും അതേസമയം മറ്റ് ചില ബിസിനസ്സുമുണ്ട് എന്നാണ് വിവേകിനെക്കുറിച്ച് പുറത്ത് കേൾക്കുന്ന കാര്യങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ അധികാരമുള്ള അച്ഛനെയാണ് ഇത്രയും കാലം അനുഭവിച്ചത്. കഴിഞ്ഞ 10 വർഷം സർവാധികാരിയായി പിണറായി വാണ ഈ നാട്ടിൽ അദ്ദേഹം അധികാരഭ്രഷ്ടനാകുമ്പോൾ അതിനോട് താതാത്മ്യപ്പെടാൻ, പിടിച്ചു നിൽക്കാൻ അച്ഛനെ പ്രേരിപ്പിക്കണേ ഭഗവാനെ എന്ന് പറയാൻ വേണ്ടി തന്നെയായിരിക്കും എത്തിയത്. അധികാരമില്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ അച്ഛന് കഴിയില്ലെന്ന് തീർച്ചയായും പിണറായി അറിയാവുന്ന മകൻ വിവേകിന് ഉത്തമ ബോധ്യമുണ്ടാവും. അതുകൊണ്ടാവും അച്ഛന് വേണ്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ കാല് പിടിക്കാൻ വിവേക് എത്തിയത്. പക്ഷെ ഭഗവാൻ ഇവരുടെ ഉഡായിപ്പ് ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. വിശ്വാസം എന്ന് പറയുന്നത് ഇവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, എന്നാൽ ദൈവങ്ങളെ തള്ളിപ്പറയുന്ന ഇവരുടെ ഉഡായിപ്പ് പൊളിച്ചു കാട്ടുന്നതിൽ ഒരു ദൈവവും മടി കാണിച്ചിട്ടില്ല. ഭഗവാൻ അയ്യപ്പനെ ഉപദ്രവിച്ച് ചെയ്യാവുന്ന വൃത്തികേടുകളെല്ലാം ചെയ്തിട്ട് ഒടുവിൽ സോപ്പിടാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരും അറിഞ്ഞതാണ്. അതിന് കുട പിടിച്ച സകല മനുഷ്യരെയും ജയിലിലാക്കുകയും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അയ്യപ്പനോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് സുപ്രീം കോടതിയിൽ പോയി പറയേണ്ടി വന്നു പിണറായിയുടെ സർക്കാരിനെ. ഇതുതന്നെയാവാം ഗുരുവായൂരപ്പനും ചെയ്തത്. അല്ലെങ്കിൽ വിവേക് ആരും അറിയാതെ, ആരോടും പറയാതെ രഹസ്യമായി ഭാര്യയുമായി അവിടെ എത്തി തൊഴുത് തിരിച്ചു പോകാൻ നേരം ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ പ്രത്യക്ഷപ്പെടേണ്ട സാഹചര്യമില്ലല്ലോ. വിവേകിനെയും ഭാര്യയും കണ്ടാൽ അത് പിണറായിയുടെ മകനും മരുമകളുമാണെന്ന് തിരിച്ചറിയാൻ അധികമാർക്കും കഴിഞ്ഞെന്ന് വരില്ല. എന്നിട്ടും ജനൻ ടിവിയുടെ രാജു എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ എത്തപ്പെടുകയും പിണറായിയുടെ മകൻ്റെ ഉഡായിപ്പ് പൊളിച്ചടുക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാഴ്ച പിന്നിട്ടിട്ടും പിണറായി എവിടെന്ന് ആർക്കും അറിയാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഒരുപക്ഷെ മകനെ അച്ഛൻ തന്നെ പറഞ്ഞു വിട്ടതാവാം ഭഗവാനെ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. അവിടെ വെച്ചും പിടികൂടപ്പെടുകയാണ്. എന്നിട്ടും യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചില്ല. ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തിയതിന് പിണറായിയുടെ മകൻ്റെ ഭാര്യ തന്നെ വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു. വഴങ്ങാതെ വന്നപ്പോൾ രാജുവിൻ്റെ ഉടുപ്പിന് പിടിച്ച് ചില ഗുണ്ടാസംഘങ്ങൾ കൊണ്ടുപോവുകയാണ് വിവേകിൻ്റെ കൂടെ വന്ന ഒരാളുടെ നേതൃത്വത്തിൽ. എന്നിട്ട് ബലം പിടിച്ച് ക്യാമറയിൽ നിന്നും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണം. അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടും പിണറായിയുടെ മകനായതുകൊണ്ട്, മരുമകളായതുകൊണ്ട്, ആ സംഘത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന വിശ്വാസം അവർക്ക് തുടരുകയാണ്. പിണറായിയുടെ മകൻ്റെയും കൂട്ടുകാരൻ്റെയും ആക്രമണത്തിനിരയായ രാജു ഞങ്ങളുടെ ലേഖകൻ പീയൂഷിനോട് പറഞ്ഞതുകൂടി കേൾക്കുക. ഹലോ ചേട്ടാ, എന്താ സംഭവിച്ചേ? അതെ, നമ്മുടെ പിണറായി വിജയന്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു. ആ, അപ്പൊ എത്ര മണിക്കാ? ഒരു 6 മണി ഉണ്ടാവും. ആ, ക്ഷേത്രത്തില് കേറി തൊഴുതതിന് ശേഷം ഇവര് ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ വന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ വെച്ചിട്ട്
ഈ ആനയുണ്ടല്ലോ അവിടെ ഉം. കോമ്പൗണ്ടിൽ ആനയുണ്ട്. ആനയുടെ താഴെ നിന്നിട്ട് ഒരു വാച്ച്മാൻ ഉണ്ട് അവിടുത്തെ നമ്മുടെ അമ്പലത്തിൽ സോപാനം കാവൽക്കാരനുണ്ട്. സുമേഷ് എന്നാണ് പേര് കണ്ട്. സുമേഷിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ആള്. അപ്പൊ ആ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോ ഞാൻ ഉടനെ തന്നെ ചെന്നിട്ട് ആ വിഷല് ഞാൻ എടുത്തു. ആ വിഷൽ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ആള് പിന്നെ എല്ലാവരും കൂടെ ഫാമിലി, ആളുണ്ട്, വൈഫുണ്ട്, കുട്ടിയുണ്ട്, പിന്നെ ഒരാള് വേറെ ഉണ്ട്, സൈറ്റിലുള്ള ഒരാൾ കൂടിയുണ്ട്. അപ്പൊ ഇവര് നടന്നു പോകുന്ന വിഷലൊക്കെ ഞാൻ എടുത്തു. അതൊക്കെ എടുത്തിട്ട് ഞാനിങ്ങോട്ട് പോരാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവര് ഈ ഭാര്യയും മറ്റാളും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും ഇറങ്ങി വന്നു. ഈ പിണറായി വിജയന്റെ മകന്റെ ഭാര്യയും പിന്നെ ഒരാളും കൂടിയുള്ള ഒരാളുണ്ട്. ഈ ആളും കൂടെ ഇറങ്ങി വന്നിട്ട് ഈ പെണ്ണ് എന്നോട് പറഞ്ഞു ഈ മാല അല്ല ഉടനെ തന്നെ ഈ എടുത്ത വീഡിയോ ഒക്കെ ഡെലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തിനാന്ന് ചോദിച്ചു. നിങ്ങളാരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ആളുടെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അത് ഡെലിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം നിങ്ങൾക്ക് അല്ല ഞങ്ങൾ പ്രൈവറ്റ് സന്ദർശനം നടത്തിയാണ്, അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾ പ്രൈവറ്റ് ആള് VIP ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല ആള് VIP എന്നല്ലല്ലോ, ആളെ പിണറായി വിജയന്റെ മകൻ VIP അല്ലേന്ന് ചോദിച്ചേ. അപ്പൊ അതുകൊണ്ടല്ല ഞാനത് ഡെലിറ്റ് ചെയ്യണം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഞങ്ങളുടെ സമ്മതം കൂടാതെ നിങ്ങൾ എനിക്ക് വീഡിയോ എടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഈ ഗസ്റ്റ് ഹൗസിൽ വരുമ്പോ ഞങ്ങൾ വീഡിയോ എടുക്കാറുണ്ട്, അതൊരു സാധാരണ സംഭവമാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇഷ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അത് വാർത്തയാക്കരുതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു റിപ്പോർട്ടറാണ്, അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്, അതെന്റെ പ്രൊഫഷനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. അപ്പൊ ആ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് വാർത്തയാക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ വാർത്തയാക്കില്ലേ, അത് ഡെലിറ്റ് ചെയ്ത് കളയെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ പ്രൊഫഷനാ ചെയ്തത്, അപ്പൊ ഇനി നിങ്ങൾക്ക് വാർത്തയാക്കുന്നതാണെന്നുണ്ടെങ്കിൽ വാർത്തയാക്കണില്ല, കാര്യം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രണ്ടാളും കൂടി എന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു, എവിടെ ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ. അപ്പൊ അവിടെ പന്തികേടാന്ന് മനസ്സിലായപ്പോ ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് റോട്ടിലേക്ക് നടന്നു. നടന്നപ്പോ ഈ അവരെ കൂടെയുള്ള ആൾ എന്റെ പിന്നാലെ വന്നു, ആയിക്കടോ ഡെലിറ്റ് ചെയ്യടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്ന് അവസാനം റോട്ടിലെത്തിയപ്പോ ഇയാളെന്റെ ചിഞ്ചിക്ക് പിടിച്ചു, എന്റെ ഷട്ടുമ്മ കയറി പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു താൻ മേത്തോട്ട് കളിച്ചാൽ കളി മാറും, കാരണം ഇതുവരെ നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷെ ഇപ്പൊ ഞാൻ ഇനിയും മേത്തോട്ട് കളിക്കരുത് പറഞ്ഞു. മേത്തോട്ട് കളിക്കരുത്, നീ ഡെലിറ്റ് ചെയ്യാനും നിന്നെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് തന്നെ പിടിച്ചിട്ട് ക്ഷേത്ര തെക്കേ നടയുണ്ടല്ലോ അവിടെ വരെ പിടിച്ചു കൊണ്ടുവന്നു, കോളർ പിടിച്ചിട്ട്. അപ്പൊ ഞാൻ കൊതറിയിട്ട് ഞാൻ നേരെ ആ ഇതില്ലേ മേൽപ്പത്തൂര് എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് അതിൽ കിടക്കാൻ പറ്റും. അപ്പൊ അതിലങ്ങോട്ട് കയറി കുറച്ച് കയറി വന്നപ്പിണ്ട് ഈ സുമേഷ് ഉണ്ടല്ലോ, നേരത്തെ നമ്മള് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ സുമേഷ് കിഴക്കുന്ന് നടന്നു വരുന്നു. അപ്പൊ ഇയാള് ആ ഒരു പരിചയം ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോ എടുക്കുന്ന നേരത്തുള്ള പരിചയം ഉണ്ടല്ലോ, ആ പരിചയത്തുമ്പോ ഇയാള് അവനോട് പറഞ്ഞു ഇയാള് അത് ഫോട്ടോ ഡെലിറ്റ് ചെയ്യണില്ല, അയാളെ പിടിക്കടാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ ഓടി വന്നിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു നീ ഇത് ഡെലിറ്റ് ചെയ്യാണ്ട് നിന്ന് വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീയും മേത്ത് പിടിച്ചിരിക്കണ്ട, വെറുതെ മേത്ത് പിടിച്ചിട്ട് ബുദ്ധിമുട്ടാക്കണ്ട, നീ വിട്ടോ, നീ വീഡിയോ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു, നീ ഇത് ഡെലിറ്റ് ചെയ്തിട്ടേ വിടുള്ളൂ, അല്ലാണ്ട് തന്നെ വീട്ടില്ല പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് പിടിച്ച് അവിടെ നിർത്തി. ഈ ആൾക്കാരൊക്കെ കാണില്ല, എല്ലാവരും കാണില്ല, നമ്മളെന്തോ മാന പൊട്ടിച്ച പോലെയാണേ പിടിച്ചു നിർത്തിയിരിക്കുക. അപ്പൊ ആൾക്കാരാകെ കൂടി. അപ്പൊ ആൾക്കാർ കൂടിയെന്ന് ഒരാള് വന്നിട്ട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്ന, ആള് റിപ്പോർട്ടർ അല്ലേ, നിങ്ങൾ എന്തിനാ അയാളെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരാളെങ്കിലും വെച്ചിട്ട് അയാളോട് ഞാൻ പറഞ്ഞു ചേട്ടാ പിണറായി വിജയന്റെ മകൻ വന്നിട്ടുണ്ട്, അയാളുടെ വീഡിയോ ഞാൻ എടുത്തു, ആ വീഡിയോ ഡെലിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇവര് എന്റെ പിന്നാലെ ഈ ഗുസ്തി പിടിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു അതെന്തിനാ ആള് അങ്ങനെ പറയണേ, ഡെലിറ്റ് ചെയ്തൂടെ, അല്ല ഡെലിറ്റ് ചെയ്യില്ല. ആള് പറഞ്ഞു അത് ആള് റിപ്പോർട്ടർ അല്ലേ, അപ്പൊ ആള് വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞു. അത് പറയുമ്പോഴേക്കും വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അവർക്ക് താല്പര്യം പിന്നെ വീഡിയോ എടുക്കണേ, അന്ന് അവർക്ക് താല്പര്യം വേണ്ട പറഞ്ഞ താല്പര്യം വേണ്ട വിട്ടുകളെ, ഞാൻ വാർത്ത ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെന്താ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവര് ഉടനെ തന്നെ അങ്ങനെ അങ്ങോട്ട് വർത്താനം പറഞ്ഞേക്കുമ്പോഴേക്കും അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചല്ലേ, അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് വിളിച്ചു. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു രാജു നമ്മള് നല്ല ടൈംസിലല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവരുത്,
ആ വിഷൽ എന്താ വെച്ചാൽ ഡെലിറ്റ് ചെയ്ത് കളയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വാർത്ത കൊടുക്കണ്ട സാറേ, പ്രശ്നമില്ല. അതിന് ഈ ഗുണ്ടാഴ്ച എന്നെ കാണിക്കണ്ടല്ലോ, എന്നെ ഈ അമ്പലനടയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ഇവരുടെ കൂടെ വന്ന പിടിച്ചു നിർത്തിയത് ആ അയാളും ഈ വാച്ച്മാനും കൂടിയിട്ട് ദേവസ്വം ബോർഡിലെ വാച്ച്മാൻ, ദേവസ്വത്തിലെ വാച്ച്മാനും ഈ അയാളുടെ കൂടെ വന്ന ആളും തന്നെ അവിടുന്ന് അയാൾ എന്നെ പിഞ്ചു പിടിച്ച് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നു. സുമേഷ് അല്ലേ? അത് കഴിഞ്ഞ് വാച്ച്മാൻ സുമേഷ് അല്ലേ? വാച്ച്മാൻ സുമേഷ്. അങ്ങനെ ഇയാളെന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അഡ്മിനിസ്ട്രേറ്റർ വന്നു. അഡ്മിനിസ്ട്രേറ്റർ 5 മിനിറ്റ് കൊണ്ട് എത്തി. 5 മിനിറ്റ് കൊണ്ട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഈ വാർത്തയൊന്നും കൊടുക്കണ്ട, അതൊക്കെ വേറെ വിഷയം. ഞാനൊരു ഇന്നാളാണ് ഇതിനറിയാം, ഇവർക്കൊക്കെ അറിയാം. എന്നിട്ട് പിന്നെ എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു മാല പൊട്ടിച്ച് ഓടുന്ന ആളെ പോലെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി തടങ്കലിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. വാർത്ത കൊടുക്കുന്ന സാറ് എന്നെ ഒരു ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി, രാജു പ്രൈവറ്റ് സന്ദർശനാണ്, വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കൂല, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ മേലെ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പൊ സാറ് അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആരെ രാജുവിനെ പിടിച്ചെന്ന് ചോദിച്ചിട്ട് അവനെ പിടിച്ചു. അവനെ പിടിച്ചിട്ട് പറഞ്ഞു നിന്നോട് ആരാണ് രാജുവിനെ തടയാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അപ്പൊ അവൻ പഠിച്ചു. പഠിച്ചപ്പോ എന്നിട്ട് എന്നോട് പുറത്ത് കെട്ടിയിട്ട് പറഞ്ഞു രാജു കൂടി വായോ എന്ന് പറഞ്ഞിട്ട് എന്നെ ക്ഷേത്രത്തിന്റെ, അതായത് മറ്റേ ഗണപതി അമ്പലത്തിന്റെ ആ വരാന്തയിലേക്ക് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു അവര് പ്രൈവറ്റ് സന്ദർശനങ്ങൾ വാർത്തയാക്കരുന്നത്. അപ്പൊ നമ്മൾ ആയിക്കോട്ടെ, വാർത്തയാക്കണ്ട, എനിക്ക് അതിലല്ല വിരോധം, എന്നെ തടഞ്ഞു നിർത്തിയാലാണ് വിരോധം പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അത് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് കണ്ടോളാൻ പറഞ്ഞു, കാണിച്ചു കൊടുത്തു. കാരണം അവര് നോക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് അമ്പലനടയിൽ അങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടോന്നുണ്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാ പിന്നെ ഇവർക്ക് നമ്മോട് കെഞ്ചണ്ട കാര്യം ഹൈക്കോടതി നടപടി എന്ന് പറഞ്ഞിട്ട് എടുക്കാലോ. അപ്പൊ അവരത് നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി അവിടെ വെച്ചൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അപ്പൊ അവിടത്തെ ഷൂട്ടിംഗ് അല്ല. അപ്പൊ ആള് പറഞ്ഞു അപ്പൊ ഇത് ഡെലിറ്റ് ചെയ്യട്ടെ ഞാൻ ചോദിച്ചു. ഡെലിറ്റ് ചെയ്തു, കാരണം താല്പര്യം ഡെലിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഡെലിറ്റ് ചെയ്യാം, അത് മര്യാദ, ഇത് മര്യാദകേട് കാണിച്ച കാരണം അതെന്ന് പറഞ്ഞു. അപ്പൊ ആള് കംപ്ലീറ്റ് ഡെലിറ്റ് ചെയ്തു വന്നു. എന്റെ ഇതിലും എല്ലാം ഒക്കെ ഡെലിറ്റ് ചെയ്തു. എവിടെ നിൽക്കുന്നതായിരുന്നു ഈ പിണറായി വിജയന്റെ മകനും ഭാര്യയൊക്കെ എവിടെ നിൽക്കുന്നതായിരുന്നു? നമ്മുടെ ഈ ഗുരുവായൂര് ഗസ്റ്റ് ഹൗസിലേക്ക് കയറുമ്പോ തന്നെ ആന നിൽക്കണ്ടല്ലോ, അവിടെ അവര് നിൽക്കുന്ന വിഷ്വലാണ് നമ്മളെടുത്തത്. അവിടെ അവര് ഈ വാച്ച്മാനും ഇവനും കൂടെ ഒരുമിച്ച് നിന്ന് എടുക്കുന്ന ഫോട്ടോ ആണ് ഞാൻ എടുത്തത്, ആദ്യം എടുത്തത്. പിന്നെ ഇവര് ഗസ്റ്റ് ഹൗസിലേക്ക് കയറി പോകുന്ന വിഷല് അതാണ് എടുത്തത്. അത് വിഷല് കൃത്യമായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വാർത്തക്കുള്ള വിഷലൊക്കെ അതുണ്ട്. പക്ഷെ അതാണ് ഇവര് ഡെലിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവര് നമ്മളെ ഈ പുസ്തകം പിടിച്ചു. ഇങ്ങനെ ഉണ്ടായതല്ലോ. ഇല്ല, CI വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. CI വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു പരാതി എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മുടെ ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണല്ലോ, അങ്ങനെ ശരിക്കും നമുക്ക് പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ, ആലോചിച്ചിട്ട് ചെയ്യാന്നും പറഞ്ഞു. അപ്പൊ ആലോചിച്ചിട്ട് നാളെ പറയാൻ പറഞ്ഞിരിക്കാം.